നേഷൻ ഫസ്റ്റ് ചാനലിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ജയപ്രസാദാണ്. നമുക്ക് അദ്ദേഹത്തോട് ഇന്ത്യയുടെ ഇസ്രായേൽ സന്ദർശനത്തെക്കുറിച്ച് ഒന്ന് ചോദിക്കാം. നരേന്ദ്രമോദി ഇസ്രായേൽ പോയിട്ടുണ്ട്. എന്താണ് ഇസ്രായേൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യക്ക് ഉണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച്? സാർ നമസ്കാരം. നമസ്തേ. നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. സാർ, നമുക്കിപ്പോൾ അറിയേണ്ടത് ഇന്ത്യ ഇസ്രായേലുമായി കൈകോർത്തിരിക്കുന്നു. ഇസ്രായേൽ പോലൊരു രാജ്യം നമ്മുടെ ഇന്ത്യയുമായി ബന്ധം എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ഇവിടെ നമ്മുടെ രാഷ്ട്രത്തിൽ ഇപ്പം ഇന്ത്യ അങ്ങനെ അദ്ദേഹം നെതന്യാഹുവുമായി അല്ലെങ്കിൽ ഇസ്രായേലുമായി ഒരു അടുപ്പം ഉണ്ടാക്കിയിരിക്കുന്നതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അതത്ര ശരിയല്ല എന്നൊക്കെ പറയുന്ന നിരവധി രാഷ്ട്രീയ മുഖങ്ങൾ ഇവിടെ ഉണ്ട്. സർ, ഈ ഒരു ബാന്ധവം എന്തൊക്കെ നേട്ടങ്ങളായിരിക്കും ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പോകുന്നത്? അതായത് ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഇമേജ് എന്തൊക്കെയായിരിക്കും? നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നയം പൊതുവെ നമ്മുടെ രാജ്യത്ത് അങ്ങനെ സാധാരണ ചർച്ചയ്ക്ക് വരാറില്ല. എന്നാൽ ഇസ്രയേലുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ വിശേഷിച്ചും ചർച്ച ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മുടെ മുന്നിൽ പാലസ്തീൻ അല്ലെങ്കിൽ ഗാസ പോലുള്ള വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മളെ ഇസ്രയേലിനെ കാണുന്നത്. പക്ഷേ ഇന്ത്യ ഇസ്രയേൽ ബന്ധത്തെ നമ്മൾ അങ്ങനെ ഒരു ഗാസ പാലസ്തീൻ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഞാനൊരു ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അങ്ങനെ നോക്കി കാണുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണം, രണ്ട് രാജ്യങ്ങളുടെയും മ്യൂച്വൽ ബെനിഫിറ്റിനോടൊപ്പം തന്നെ അത് എത്രമാത്രം നമ്മുടെ ജനങ്ങൾക്ക് അത് ഗുണകരമായി അല്ലെങ്കിൽ ആകുന്നു എന്നുള്ളതാണ് നമ്മൾ അവലോകനം ചെയ്യേണ്ടത്. ഇപ്പൊ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം 1992 കോൺഗ്രസ് ഭരണ കാലഘട്ടത്തിൽ നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് നയതന്ത്ര ബന്ധം ആരംഭിക്കുന്നത്. 1950 ഇന്ത്യ ഇസ്രയേലിനെ അംഗീകരിച്ചിരുന്നു. പക്ഷെ നമ്മൾ ബോംബെയിൽ ഒരു കൗൺസിലേറ്റ് മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. നയതന്ത്ര ബന്ധം ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല. പക്ഷേ അതിനു മുമ്പ് തന്നെ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ ഇസ്രയേലിൽ നിന്ന് ചില സഹായങ്ങൾ തേടിയിരുന്നു. അത് ലഭിക്കേണ്ടായി. അതിനുശേഷം നമ്മൾ 99 കാർഗിൽ യുദ്ധ സമയത്തും ഇസ്രയേലിന്റെ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ രാജ്യത്തിന് ലഭിക്കേണ്ടായി. അത് നമ്മുടെ യുദ്ധമുഖത്ത് ഒരുപാട് ഗുണം ചെയ്തിരുന്നു. അപ്പം ഇസ്രയേലിനെ നമ്മൾ നോക്കിക്കാണുന്നത് ലോകത്തിലെ ടെക്നോളജിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. വളരെ ചെറിയ രാജ്യമാണ്, ഏതാണ്ട് 90 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ രാജ്യം. പക്ഷെ അത് ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അതിൻ്റെ കഴിവുകൾ എന്ന് പറയുന്നത് നമുക്ക് ആ തരത്തിൽ അളക്കാൻ കഴിയാത്തതാണ്. മാത്രമല്ല, ഡിഫൻസ് മേഖലയിൽ ഇസ്രയേലിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഈ അയൺ ഡോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരം സാങ്കേതിക വിദ്യയിലും ഇസ്രയേൽ വളരെ മുന്നിലാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യാനന്തരം 1947 സ്വാതന്ത്ര്യം ലഭിച്ച ഉടൻ തന്നെ നമ്മൾ യുദ്ധമുഖത്തേക്ക് പോകേണ്ടി വന്നു. പാകിസ്ഥാൻ കാശ്മീരിലേക്ക് ആക്രമണം നടത്തുകയുണ്ടായി. പിന്നീട് 62 ചൈനയുടെ ആക്രമണം, 65-ലും 71-ലും പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായി. അതിനുശേഷം നമ്മൾ 99 കാർഗിലില് പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നു. വീണ്ടും അടുത്ത കാലത്ത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലും നമ്മൾ രാജ്യം ഒരു മേൽക്കൈ നേടുന്ന സാഹചര്യമുണ്ടായി. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ശത്രു രാജ്യങ്ങൾ സ്വന്തം അയൽപക്കത്ത് തന്നെ, അതായത് ചൈനയും പാകിസ്ഥാനെ പോലുള്ള രണ്ട് രാജ്യങ്ങൾ, മറ്റ് ആഗോള തലത്തിൽ തന്നെ ഇപ്പൊ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ നയത്തിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ കഴിയാൻ പറ്റില്ല. കാരണം അമേരിക്ക പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ആശ്രിത രാജ്യമായി ഭാരതത്തിന് നിലകൊള്ളാനും കഴിയില്ല. അപ്പോൾ ട്രംപിന്റെ ആദ്യ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഭാരതത്തിലുണ്ടായിരുന്ന ആ തരത്തിലുള്ള ഒരു ബന്ധം നമുക്ക് തുടരാൻ കഴിയാതെ പോയത് അമേരിക്കയുടെ നയമാറ്റത്തിന്റെ കാരണങ്ങൾ കൊണ്ടാണ്. നമ്മുടെ ഭാഗത്തുള്ള കുഴപ്പമില്ല. ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഇസ്രയേൽ സന്ദർശിച്ചത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഇസ്രയേൽ സന്ദർശനമായിരുന്നു. 2017 അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇസ്രയേൽ സന്ദർശനം നടക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഭാരതവും ഇസ്രയേലും തമ്മിൽ ഒരുപാട് ഡിഫൻസ് മേഖലയിൽ ഒരുപാട് സഹകരണം ആരംഭിച്ചിരുന്നു. ഏതാണ്ട് 99 മുതലുള്ള നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് $10 ബില്യൺ ഇറക്കുമതി ഇന്ത്യൻ ഡിഫൻസ് എക്യുപ്മെന്റ്സ് നമ്മൾ 1999-നും 2010-നും ഇടയിൽ UPA ഗവൺമെന്റിന്റെ ആദ്യ കാലഘട്ടം ഉൾപ്പെടെ നമ്മൾ രാജ്യം ആ തരത്തിൽ ഇറക്കുമതി ചെയ്തിരുന്നു. പിന്നീട് 2014 ശേഷം നമ്മുടെ ബന്ധങ്ങളിൽ വലിയ മാറ്റമുണ്ടായി. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയപരമായ ചില
തീരുമാനങ്ങൾ നമ്മുടെ രാജ്യം വിശ്വസിക്കുന്ന സ്ട്രാറ്റജിക് ഓട്ടോണമി. അപ്പം നയപരമായ കാര്യങ്ങളിൽ, അന്തർദേശീയ കാര്യങ്ങളിൽ നമ്മൾ തികച്ചും സ്വതന്ത്രമായ നിലപാടുകളാണ് സ്വീകരിക്കുക. ഏതെങ്കിലും ഒരു വൻ ശക്തിയുടെ ആധിപത്യം അംഗീകരിച്ചുകൊണ്ട് ഭാരതം മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ നയങ്ങൾ തീരുമാനിക്കുകയും, നേരത്തെ നമ്മൾ ഡിഫൻസിനെ പൂർണ്ണമായിട്ടും സോവിയറ്റ് യൂണിയനെ അല്ലെങ്കിൽ പിന്നീട് വന്ന റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യ മറ്റ് രാജ്യങ്ങൾ, വിശേഷം ഫ്രാൻസ്, ജർമ്മനി, അമേരിക്ക, ഇസ്രയേൽ, നോർവേ, സ്വീഡൻ തുടങ്ങി പല രാജ്യങ്ങളിൽ നിന്നും നമ്മളുടെ സേനകൾക്ക് ആവശ്യമായിട്ടുള്ള ഡിഫൻസ് എക്യുപ്മെന്റ്സ് നമ്മൾ ഇറക്കുമതി യിലേക്ക് പോയി. ഇന്ന് നമ്മൾ ഏതാണ്ട് 75% സോവിയറ്റ് ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നു 2014, ഈ 2026 ആകുമ്പോഴത്തേക്കും അത് ഏതാണ്ട് 35% കുറഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ലോകം മുഴുവനും കിട്ടാവുന്ന സേവനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് പ്രധാനമായിട്ടും 3-4 പ്രധാനമായ ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, അതിനകത്ത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പം ഭാരതം നേരിടുന്ന ബാഹ്യമായ ഒരുപാട് വെല്ലുവിളികളുണ്ട്. തീവ്രവാദം ഉൾപ്പെടെയുള്ള അന്തർദേശീയ ആഗോള തീവ്രവാദത്തിന്റെ ഒരു പ്രധാന ഇരയാണ് ഭാരതം. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇന്റലിജൻസ് ഷെയറിംഗ് നമുക്ക് ആവശ്യമാണ്. ലോകത്തിൽ ആ രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ടെക്നോളജിയുടെ തലത്തിലാണെങ്കിലും ഇതുപോലെയുള്ള ഇന്റലിജൻസ് ഷെയറിങ്ങിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, വിശ്വസിക്കാൻ കഴിയാവുന്ന രാജ്യമാണ് ഇസ്രയേൽ. വിശേഷിച്ചും ആഗോള തീവ്രവാദത്തിനെതിരെ പോരാടാൻ പറ്റിയ ഏറ്റവും ഒരു കരുത്തുറ്റ രാജ്യം. അതോടൊപ്പം തന്നെയാണ് നമ്മളുടെ 2 രാജ്യങ്ങളുടെ റിക്വയർമെന്റ് ഉണ്ട്. അപ്പം നമ്മളുടെ ട്രേഡ് റിലേഷൻസ് ഇംപ്രൂവ്മെന്റ് ഒരു ഭാഗത്ത്, അതുപോലെ അഗ്രികൾച്ചറൽ മേഖലയിൽ തുടങ്ങിയിട്ടുള്ള മറ്റ് നമ്മുടെ സിവിലിയൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളില്ല. അപ്പം ഇന്ത്യയിലെ ഈ പുതിയ കരാറുകൾ വരെയാണ് 2 രാജ്യങ്ങൾ തമ്മിൽ. മാത്രമല്ല, നമ്മൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും മുന്നോട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ഇസ്രയേലിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ട്രേഡ് പാർട്ട്ണറാണ് ഇന്ത്യ. ചൈനയാണ് 1ാമത്തെ പാർട്ട്ണർ. അപ്പം ആ തരത്തിൽ ഇന്ത്യ ഇസ്രയേൽ ട്രേഡ് റിലേഷൻസ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഡിഫൻസ് ടൈഅപ്പ്. അപ്പം നമ്മളെ ഡിഫൻസ് മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള വിശേഷിച്ച് നമ്മളെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ടെക്നോളജി, അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ടെക്നോളജി നമ്മൾ ഇറക്കുമതി ചെയ്യുകയല്ല, മേക്കിംഗ് ഇന്ത്യ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ തന്നെ, അതായത് ഇസ്രയേലിന്റെ ടെക്നോളജിയെ ഇന്ത്യയിൽ തന്നെ അതിൻ്റെ മിസൈൽ ടെക്നോളജി ഇവിടെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രക്രിയ നമ്മുടെ രാജ്യത്ത് നടത്തുന്ന തരത്തിലേക്കുള്ള ഒരു വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ, ആ തരത്തിലുള്ള ഡിഫൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, നമ്മുടെ രാജ്യം കഴിഞ്ഞ 12-11 വർഷമായി ഈ രംഗത്ത് നേടിയ നേട്ടം വളരെ വലുതാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. പാകിസ്ഥാൻ അയച്ച ഡ്രോണുകളൊക്കെ ഒന്നുപോലും നമ്മുടെ രാജ്യത്തിന് നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയാത്ത തരത്തിലേക്ക് നമുക്ക് ഡിഫൻസ് സംവിധാനം ഉണ്ടായി. ഇപ്പം നിലവിൽ നമ്മൾ സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റം നമുക്കുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി വിപുലീകരിക്കുന്നതിനുള്ള കരാറിലേക്ക് വരികയും കൂടുതൽ ആ തരത്തിലുള്ള ഡിഫൻസ് സിസ്റ്റം ഇന്ത്യക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാർ നമ്മൾ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് കുറച്ചുകൂടി ഈ അയൺ ഡോം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെയാണ് ലേസർ, പുതിയ ഇസ്രയേൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പുതിയ ആന്റി മിസൈൽ സിസ്റ്റം വന്നിട്ടുണ്ട്. അപ്പം ലേസർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള, അപ്പം അത്തരം ടെക്നോളജി ട്രാൻസ്ഫറിന്റെ കാര്യവും ഈ യാത്രയിൽ അത്തരം കരാറുകളും, അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കരാറുകളും നമ്മൾ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കരാറുകളും പരസ്യമായി ചർച്ച ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള സഹകരണമാണ് ഭാരതവും ഇസ്രയേലും തമ്മിൽ ഏറ്റവും അനിവാര്യമായ, അല്ലെങ്കിൽ ഭാരതത്തിന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. മറ്റൊന്ന് നമ്മുടെ രാഷ്ട്രീയമായിട്ടുണ്ടാകുന്ന എതിർപ്പാണ്. നമ്മൾ പലസ്തീൻ വിഷയത്തിൽ, പലസ്തീൻ ഇസ്രയേൽ വിഷയം എന്ന് പറയുന്നത് അവരുടെ ഇസ്രയേലിന്റെ രൂപീകരണം കാലഘട്ടം മുതലുള്ളൊരു വിഷയമാണ്. അതിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. വെറും ഇസ്രയേൽ മാത്രമല്ല അതിനകത്ത് നിൽക്കുന്നത്. ഇസ്രയേലിന്റെ രൂപീകരണത്തോടെ 1947 ഐക്യരാഷ്ട്ര സംഘടന പ്രമേയം അംഗീകരിക്കുന്നത് മുതൽ തന്നെ അറബ് ലോകം എതിർത്ത് നിന്നു. പിന്നീട് അറബ് ലോകവും വിഭജിക്കുകയും
ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായി അംഗീകരിക്കുന്ന ഒരു സമീപനം വന്നു. പിന്നീട് പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ളവർ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിലേക്ക് വരാനായിട്ട് 94 ഓസ്ലോ കരാർ പ്രകാരം ആ തരത്തിൽ മുന്നോട്ട് വരികയുണ്ടായി. അപ്പോൾ ആ സമയത്താണ് ഹമാസ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയും ഹമാസ് പോലെയുള്ള ഇറാന്റെ പ്രോക്സിയായി വർക്ക് ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ അതിനെതിരായിട്ടുള്ള തീവ്രവാദ ശ്രമങ്ങൾ നടത്തുകയും ആക്രമണങ്ങൾ നടത്തുകയും ഈ പലസ്തീൻ വിഷയം സോൾവ് ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാലസ്തീനെ മനുഷ്യാവകാശവും പരമായ എല്ലാ അവകാശങ്ങളും അംഗീകരിക്കുക മാത്രമല്ല 1988 തന്നെ ഇന്ത്യ പാലസ്തീനെ അംഗീകരിച്ച രാജ്യമാണ്. അപ്പം പാലസ്തീന്റെ എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന രാജ്യമാണ്, അതിനാവശ്യമായ പിന്തുണ നൽകുന്ന രാജ്യമാണ്. ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യ പാലസ്തീൻ റിലേഷൻസ് വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇസ്രയേൽ ബന്ധം പാലസ്തീന്റെ സ്വാതന്ത്ര്യ ദാഹത്തെ, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ഒരിക്കലും വിലങ്ങുതടിയാകില്ല. മാത്രമല്ല, പ്രധാനമന്ത്രി അവിടെ പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോഴും സമാധാനപരമായ പാലസ്തീൻ വിഷയം റിസോൾവ് ചെയ്യണം, അതായത് ഗാസ പീസ് പ്ലാനിന് അമേരിക്ക ഇനിഷ്യേറ്റ് ചെയ്താണ്, പക്ഷെ അത് ഇന്ത്യ അതിനും പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പൊ യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ബദലായിട്ടാണ് ഗാസ പീസ് പ്ലാനിൽ ട്രംപ് ഇനിഷ്യേറ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഇന്ത്യ അതിന്റെ പങ്കാളിയല്ല. പക്ഷെ നമ്മൾ അതിനെയും നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കഴിഞ്ഞ ആഴ്ചയിൽ UN-ൽ നടന്ന വോട്ടെടുപ്പിൽ ഇസ്രയേലിനെതിരായിട്ട് ഭാരതം പാലസ്തീൻ അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ നമ്മുടെ രാഷ്ട്രീയമായി ഇസ്രയേൽ ഇന്ത്യ ബന്ധത്തെ കാണുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഭാരതത്തിന്റെ ഇസ്രയേലുമായിട്ടുള്ള സഹകരണം അത് ഒരിക്കലും രാഷ്ട്രീയമല്ല, ഭാരതത്തിന്റെ ദേശീയ താല്പര്യത്തിന് അനുയോജ്യമായതും ഭാരതത്തിന്റെ ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ ഏറ്റവും ആധുനിക ശാസ്ത്ര സാങ്കേതിക ടെക്നോളജി ലഭ്യമാക്കുന്ന തരത്തിലും, അതുപോലെ തന്നെയാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് സഹകരണം ആവശ്യമാണ്. അതുകൊണ്ട് രാജ്യ സുരക്ഷയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത്. അപ്പൊ നമ്മുടെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് മറ്റു ഒരു ആഗോള തലത്തിലുള്ള മാനങ്ങളുണ്ട്. കാരണം നമുക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് പാകിസ്ഥാനും സൗദി അറേബ്യയും ടർക്കിയും ചേർന്നൊരു അലയൻസ് ഉണ്ടാക്കിയാണ്. അത് ഡിഫൻസ് അലയൻസ് ആണ്. അപ്പൊ അതില് പാകിസ്ഥാന്റെ ഡിഫൻസ് അലയൻസ് ആണെന്ന് ഓർത്തോളണം ഒരർത്ഥത്തിൽ. അപ്പൊ ആ ഡിഫൻസ് അലയൻസ് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ചൈനയും പാകിസ്ഥാനും തമ്മിൽ വളരെയധികം അല്ലെങ്കിൽ വളരെയധികം സൈനികമായി സഹകരിച്ച് മുന്നേറുന്ന രണ്ട് രാജ്യങ്ങളാണ്. അപ്പൊ ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയും അതുപോലെ വടക്ക് പടിഞ്ഞാറും മേഖലയും വളരെ ശത്രുതാപരമായ നിലപാടുള്ള രണ്ട് രാജ്യങ്ങൾ, അതിൽ ചൈന പോലുള്ള വൻ ശക്തിയുണ്ട്. അതിന്റെ എക്സ്റ്റൻഡൽ ലെവലിലേക്ക് ഡിഫൻസ് കരാറിലേക്ക് പാകിസ്ഥാൻ പോകുമ്പോൾ നമുക്ക് വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കാൻ കഴിയില്ല. നമ്മുടെ ഡിഫൻസ് സംവിധാനത്തെ ആ തരത്തിൽ കാലത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റേണ്ടിയുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രഡീഷണൽ വാർ അല്ല ഇനി നടക്കാൻ പോകുന്നത്. അപ്പൊ പാകിസ്ഥാനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രാജ്യമല്ല. മറ്റൊന്ന്, പാകിസ്ഥാന്റെ പുറകിലെ ഒരു ഭാഗത്ത് അമേരിക്കയും മറുഭാഗത്ത് ചൈനയുമുണ്ട്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ രാഷ്ട്ര താല്പര്യം, നമ്മുടെ ഡിഫൻസ് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു പ്രധാന നയമാണത്. ആ തരത്തിൽ നമ്മുടെ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളതാണ്. ഡിഫൻസ് മേഖലയിൽ ഒരു തരത്തിലുമുള്ള ചങ്ങലകൾ കൂടാതെയുള്ള ബന്ധങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നമ്മളൊരു മൾട്ടി പോളാർ വേൾഡ് ഓർഡറിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യം എന്നുള്ള തലത്തിൽ ആ തരത്തിലാണ് മുന്നേറുന്നത്. അതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഇതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പോൾ നമ്മുടെ രാഷ്ട്ര താല്പര്യം മാത്രമാണ് ഇസ്രയേൽ ഇന്ത്യ സഹകരണത്തിലെ ഭാരതത്തിന്റെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ സന്ദർശനം ഏറ്റവും ചരിത്രപരമായി മാറുന്നത് ഇസ്രയേലിന്റെ ഏറ്റവും പരമോന്നത ബഹുമതി ആദ്യമായിട്ട് ഒരു വിദേശ രാഷ്ട്ര തലവന് അവിടുത്തെ പാർലമെന്റിൽ വെച്ച് നൽകുകയുണ്ടായി, നരേന്ദ്രമോദിക്ക് നൽകുകയുണ്ടായി. അത് നരേന്ദ്രമോദിക്ക് വ്യക്തിപരമായിട്ടുള്ള ഭാരതത്തിന് നൽകുന്നതാണ്. മറ്റൊന്ന്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇസ്രയേലും ഇന്ത്യയും രണ്ട് സിവിലൈസേഷനിൽ എൻഡിറ്റിയുള്ള രണ്ട് രാജ്യങ്ങളാണ്. ഈ ജനതകൾ തമ്മിലുള്ള പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നിരവധി കരാറുകൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കാൻ പോവുകയാണ്. പലതും ഒപ്പുവെച്ച് കഴിഞ്ഞു. അപ്പം ഈ നമ്മുടെ ട്രേഡ് മേഖലയിൽ, അഗ്രികൾച്ചറൽ മേഖലയിൽ, ഡിഫൻസ് മേഖലയിൽ, അതുപോലെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലും അതുപോലെ തന്നെയാണ് ഇന്റലിജൻസ് ഷെയറിംഗ് ഉൾപ്പെടെയുള്ള മേഖലയിലും
ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള വളരെ വിജയകരമായ രീതിയിലുള്ള ബന്ധങ്ങൾക്കുള്ള തുടക്കം കുറിക്കുന്നതാണ്. അപ്പൊ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ നമ്മൾ രാഷ്ട്രീയതരമായി കാണുകയും നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം അത് എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നുള്ള തലത്തിൽ കാണുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം.